ദാവീദിന്റെ പ്രാർത്ഥനകൾ. പ്രാർത്ഥിക്കാത്ത മനുഷ്യരില്ല. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് നന്ദി പറയാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദാവീദിന്റെ പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധേയമാണ്. 5-ാം സങ്കീർത്തനം 8-ാം വാക്യം, യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. 5-ാം സങ്കീർത്തനം 2 പ്രാർത്ഥനകളും പ്രാർത്ഥനകൾക്ക് ശേഷമുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളുമാണ്. 8-ാം വാക്യം 2-ാമത്തെ പ്രാർത്ഥനയുടെ തുടക്കമാണ്. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. ലീഡ് മീ ലോർഡ്. അങ്ങയുടെ നീതിയിൽ, അങ്ങയുടെ നീതിയാൽ രണ്ടർത്ഥങ്ങളും ആ വാക്കിന് ഉണ്ട്. ദൈവമേ, ഒത്തിരി ശത്രുക്കൾ തൻ്റെ ചുറ്റുമുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ അങ്ങയുടെ നീതിയാൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തൻ, നീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ, നടത്തണമേ എന്ന് ഒരു കുഞ്ഞ് അപ്പയുടെ കൈ പിടിച്ച് ചോദിക്കുന്നത് പോലെ, സ്വയമായി നടക്കാൻ കഴിയാത്തൊരു വ്യക്തി ആരെങ്കിലും തന്നെ ഒന്ന് നടത്താൻ ആവശ്യപ്പെടുന്നത് പോലെ, എവിടെയൊക്കെയോ ദൈവമേ, അങ്ങയുടെ നീതിയാൽ അങ്ങനെ ഒന്ന് നടത്തണേ, അങ്ങയുടെ നീതിയിൽ ജീവിക്കാൻ, അങ്ങനെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട വാചകം ഇതാണ്: എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. തൻ്റെ മുമ്പിൽ പല വഴികളുണ്ട്. മാനുഷികമായതും സമൂഹം ഡിമാൻഡ് ചെയ്യുന്നതും മറ്റു പല വഴികൾ തൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ താൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യം, എൻ്റെ മുമ്പിൽ അങ്ങയുടെ വഴി നിരപ്പാക്കി തരണേ, അതെനിക്ക് സ്ട്രെയിറ്റ് ആക്കി തരണേ, എൻ്റെ മുമ്പിൽ ആ വഴികൾ വ്യക്തമാക്കി തരണമേ. ദൈവമേ, അങ്ങയുടെ വഴികൾ എൻ്റെ മുമ്പിൽ വ്യക്തമാക്കി തരണമേ. ഓരോ ദിവസവും ഓരോ ക്രോസ് റോഡ്സിൽ നമ്മൾ എല്ലാവരും ചെന്ന് നിൽക്കാറുണ്ട്. ഇതിനകത്ത് ഏതാണ് ദൈവിക വഴി? ഏത് വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങ് എന്നെ നടത്തണമേ, എൻ്റെ മുമ്പിൽ അങ്ങയുടെ വഴിയെ നിരപ്പാക്കണമേ. ആ വഴിയിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.